എന്താണ് കർക്കിടക വാവ്? എന്താണ് തർപ്പണം? ആരാണിത് ചെയ്യേണ്ടത്? എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഈ കർക്കിടക വാവിന് ഇത്ര പ്രാധാന്യം വന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നാളെയാണ് കർക്കിടക വാവ്. അതായത് കർക്കിടകം 19-ാം തീയതി 2024 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ശനിയാഴ്ച. അന്നാണ് ഈ വർഷം കർക്കിടക വാവ് ബലി പിതൃതർപ്പണത്തിനായി നമ്മൾ മലയാളികൾ ആചരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പൂർവികരുടെ ചൈതന്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രം ഇതിപ്പോൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തന്ത്രശാസ്ത്രവും പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിൽ അവരുടെ പൂർവികരുടെ ഒരു ചൈതന്യം നിലകൊള്ളുന്നു. സത്യത്തിൽ ആ മരിക്കാത്ത ചൈതന്യത്തിന് വേണ്ടിയാണ് നമ്മൾ ബലിയിടുന്നത്. മരിച്ചുപോയവർക്ക് വേണ്ടിയല്ല. മരിച്ചുപോയവർക്ക് വേണ്ടി ബലിയിടേണ്ട കാര്യമില്ല. പകരം തനിക്ക് വേണ്ടി, തൻ്റെ ഉള്ളിലെ ചൈതന്യത്തിന് വേണ്ടിയാണ് ബലിയിടുന്നത്. നമ്മുടെ ശരീരം ലഭിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ സെൽ അതിൽ നിന്നാണ്. അവയ്ക്ക് പുറകിൽ സങ്കീർണമായ ജനറ്റിക് ഘടകങ്ങളും ഉണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നത് ഒരാളുടെ ശരീരത്തിൽ അവൻ്റെ 32 തലമുറ വരെയുള്ള ജീനുകൾ ഉണ്ട്. അതിൽ 7 തലമുറ വരെയുള്ളവ സജീവമായി ഉണ്ട് എന്ന് പറയുന്നു. നമുക്കിപ്പം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, പലരുടെയും ശരീര ഷേപ്പുകൾ, മുഖ ഷേപ്പുകൾ പൂർവികരുടെ ഷേപ്പുമായി സാമ്യമുള്ളതാണെന്ന് പലതും പറഞ്ഞു കേൾക്കുന്നു. വല്യച്ഛൻ്റെ ഷേപ്പുള്ളവർ, വല്യമ്മയുടെ ഷേപ്പുള്ളവർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 7 തലമുറ വരെയുള്ളവരുടെ ജീനുകൾ നമ്മുടെ ശരീരത്തിൽ സജീവമായി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ബലിയിടുന്നത് 7 തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വരും തലമുറയ്ക്ക് ഈ അറിവ് പകർന്നു നൽകുന്നതിന് കൂടിയാണ്. തൻ്റെ പൂർവികർ തൻ്റെ ഉള്ളിൽ എന്ന അറിവ് ഉറപ്പിക്കാൻ കൂടിയാണ് ഈ ബലിതർപ്പണം നടക്കുന്നത്. അതിന് ആവാഹിച്ചുള്ള പൂജകളുണ്ട്. ബലിതർപ്പണം ചെയ്യുമ്പോൾ ആവാഹിക്കുന്നത് പുഷ്പങ്ങളും മറ്റു പൂജാദ്രവ്യങ്ങളും എടുത്ത് ആവാഹിക്കുന്നത് സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ ആവാഹനം നടക്കുന്നത് സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെയല്ലേ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇതിനുള്ള ആവാഹനം നടക്കുന്നത്. കാരണം നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പൂജാദ്രവ്യങ്ങൾ പിടിച്ചാണ് പ്രാർത്ഥന നടക്കുന്നത്. അത് നിങ്ങൾ ആവാഹിക്കുന്നത് നിങ്ങളുടെ സ്വബോധത്തെ തന്നെയാണ്. സ്വന്തം ബോധത്തെ നിങ്ങൾ ഉണർത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് ബലിതർപ്പണ ക്രിയ? ഈശ്വരനിൽ ലയിപ്പിക്കുകയാണ്. നമ്മൾ പൂജ നടത്തി ഈശ്വരനിൽ നമ്മുടെ സ്വബോധത്തെ ലയിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്വബോധത്തെ, പരിമിതമായ ബോധത്തെ ആ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ്. അങ്ങനെയുള്ളൊരു കർമ്മമാണ്. ഇത് തന്നെയാണ് എല്ലാ ആത്മീയ വഴികളുടെയും ലക്ഷ്യം. ആരാണ് ബലിയിടേണ്ടത്? എല്ലാവരും ബലിയിടണം. മാതാപിതാക്കൾ മരിച്ചുപോയവർ മാത്രമല്ല. കാരണം ബലിയിടുന്നത് മുഴുവൻ പിതൃപരമ്പരയെ കണക്കാക്കിയാണ്. അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ബലിയിടൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് കർക്കിടക വാവിന് ഇത്ര പ്രാധാന്യമുണ്ട്? പ്രാധാന്യമുള്ളതിന് കാരണം ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് നീക്കിവെച്ചിരിക്കുന്നത്. ദക്ഷിണായനത്തിലെ ആദ്യ കർത്തവാവാണ് ഈ കർക്കിടക വാവ്. എന്തുകൊണ്ട് കർക്കിടക വാവിന് ബലിയിടണം? ഗ്രഹണ സമയത്തെ പോലെ തന്നെ അല്ലെങ്കിലും ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏകദേശം ഒരേ രേഖയിൽ വരുന്ന ദിവസമാണ് വാവ്. അപ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് കറുത്ത വാവ്. ഇത് നമ്മുടെ ഉള്ളിലുള്ള അഗ്നി, സോമ, സൂര്യമണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഇടപിംഗള സുഷുമ്ന നാഡികൾ ശരീരത്തിൽ നിന്ന് ഈ മണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും സ്വന്തം ശരീരത്തിലും ഉണ്ടാകുന്നു. മാക്രോകോസം പോലെ തന്നെയാണ് മൈക്രോകോസവും.
ഈ സമയത്ത് സുഷുമ്നയിലൂടെ ഊർജപ്രവാഹം ഉണ്ടാകുന്നു. ഇത് മനുഷ്യരുടെ ബോധമണ്ഡലത്തെ സ്വാധീനിക്കുന്നു. മാത്രമല്ല, ചന്ദ്രന് മനസ്സുമായി ബന്ധമുണ്ട്. ചന്ദ്രമോ മനസ്സോ ജാത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രനിലുണ്ടാകുന്ന ഈ മാറ്റം മനുഷ്യന്റെ മനസ്സിൽ, ബോധതലത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ഗ്രഹണ സമയങ്ങളിൽ സാധന ചെയ്യണമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇനി ബലിതർപ്പണം. എന്താണ് ബലിതർപ്പണം? നിങ്ങളൊരു ഹിന്ദുവോ നിരീശ്വരവാദിയോ ആരുമായിക്കൊള്ളട്ടെ, ഒരു 5 മിനിറ്റ് നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടി, പൂർവികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളായവർക്കും അല്ലാത്തവർക്കും വേണ്ടി, സ്വല്പം പുഷ്പവും കുറച്ച് മന്ത്രങ്ങളും കുറച്ച് ജലവും ഇതെല്ലാം കയ്യിൽ ചേർത്ത്, നെഞ്ചിൽ ചേർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അർപ്പിക്കുക. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും കുഴപ്പമില്ല. നിശബ്ദമായി ഈ പ്രാർത്ഥന ചൊല്ലിയാലും കുഴപ്പമില്ല. കുറച്ച് ജലവും പുഷ്പവും പ്രാർത്ഥനയും അർപ്പിക്കുന്ന ഒരു ചടങ്ങാണിത്. ആർക്കു വേണ്ടിയാണ്? നിങ്ങളെ നിങ്ങളാക്കിയവർക്ക് വേണ്ടി, നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശം തന്നവർക്ക് വേണ്ടി. ഇനി ഈ പിതൃബലി പ്രാർത്ഥന നമുക്ക് ബലിയിടുന്ന ആൾക്ക് ചൊല്ലിത്തരും. എന്താണത്? ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും, എൻ്റെ കഴിഞ്ഞ 2 ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാരായവർക്കായും, എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സകല ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും, കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇതാണ് സംസ്കൃത ശ്ലോകമായി നമുക്ക് പറഞ്ഞു തരുന്നത് ചൊല്ലാൻ വേണ്ടി. എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും, എൻ്റെ അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും വേണ്ടി, കഴിഞ്ഞ കാലത്തിൽ പിണ്ടസമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും, മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും വേണ്ടി, പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും വേണ്ടി, പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടി, അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും ആയുസ്സെത്താതെ മരിച്ചവർക്ക് വേണ്ടിയും, ഈ ലോകം കാണാതെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ചവർക്ക് വേണ്ടിയും, എൻ്റെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു. ഞാൻ ഈ ലോകത്തുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ച് നിർത്തുന്നതിനായി ഇതാ സമർപ്പിക്കുന്നു. ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും, ഈ 7 ലോകത്തിനും, അനേക ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു. അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു. ഇതാണ് നമ്മൾ സംസ്കൃത ശ്ലോകമായി ചൊല്ലി സമർപ്പിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ഒരു കർക്കിടക മാസത്തിൽ വാവുബലി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കുമായിട്ടാണ് അത് സമർപ്പിക്കപ്പെടുന്നത്. അത് വളരെ ഉദാത്തമായ ഒരു പിതൃബലി സങ്കല്പമാണ്. ഇന്നലെ പോയവരുടെ ഓർമ്മയ്ക്ക് ഒരു പുലരി, അതാണ് കർക്കിടക വാവ്. ഇത്തരുണത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലും പ്രകൃതിക്ഷോഭത്തിലും പെട്ട് മരണമടഞ്ഞ 300-ലധികം ആത്മാക്കൾക്കും, മണ്ണിനടിയിൽപ്പെട്ട് ശവശരീരങ്ങൾ പോലും കിട്ടാതിരുന്ന 200-ലധികം ആത്മാക്കൾക്കും വേണ്ടിയും ഈ തരുണത്തിൽ ബലി സമർപ്പിക്കാം.